നമ്മുടെ ഒരു സിനിമയുടെ പഴയ സിനിമയുടെ പഴയ അങ്ങനെ പറയത്തില്ല. വിത്ത് റെസ്പെക്റ്റാണ് സംസാരിക്കുന്നത്. അത് നമ്മൾ ചെയ്ത കർമ്മത്തിന് കിട്ടിയ പുണ്യം. പിന്നെ വിമർശനം വരും, എല്ലാം വരും. അതൊന്നും ഐ ഡോണ്ട് കെയർ. ഐ ഡു എ ഫിലിം ബിക്കോസ് ഐ വാണ്ട് ടു ഡു ഇറ്റ്. അല്ല ഇനി ഒന്ന് ചെയ്ത് അത് കണക്കൂട്ടലൊന്നുമില്ല. ലോകത്ത് തന്നെ ഏറ്റവും അധികം സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച നടൻ, ദേശീയ അവാർഡുകൾ, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എത്രയോ എല്ലാം പ്രസിദ്ധീകരണങ്ങൾ, കേരളം മൊത്തം ഈ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നു, പാട്ട് പാടുന്നു, പുസ്തകം എഴുതുന്നു, എന്താ കാര്യം? അതൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇരുന്ന് കാശ് കിട്ടുന്നതോട് ചെയ്യുന്നതല്ലത്. ഇറ്റ് ഈസ് വിത്തിൻ യു ഹാവ് ടു എക്സോസ്റ്റ് ഇറ്റ്. അല്ലെ ഉറങ്ങാൻ ഒക്കത്തില്ല. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. കാലം കുറെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഇപ്പൊ ജെൻസി ആൽഫ ജനറേഷൻ്റെ കാലഘട്ടമാണല്ലോ. അവരെങ്ങനെ ഓർക്കണം ബാലചന്ദ്രൻ മേനോൻ? അത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അല്ല, സ്വയമേ ഒരു പ്രതിച്ഛായ അത് പാടില്ല. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ഉള്ളൂ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഈ ഇരിക്കുന്ന ഞാൻ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച, കർഷകശ്രീ അവാർഡ് വാങ്ങിച്ച ബാലചന്ദ്രനാണ്. എത്ര പേർക്കറിയാം? കുറച്ച് പേർക്കറിയാം. അഭിമാനത്തോടെ ഞാനത് വാങ്ങിച്ചു. കാരണം ഞാൻ അർഹിക്കുന്നുണ്ട്.